കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുകയാണ്. ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക, ഗവർണറെ പറ്റിയാൽ അപായപ്പെടുത്താൻ അടക്കം സാഹചര്യം ഒരുക്കുക, അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ. അതറിയില്ല, അവർ തമ്മിൽ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാവുമ്പോൾ അതും ചെയ്യുന്നുണ്ടാവും. SFIക്കാരാണ് ഇത്. ഒരു കൂട്ടം ഞാൻ അറിയുന്നത് പിണറായിയുടെ ഗുണ്ടകളാണ്. അല്ല, ഗവർണർക്ക് സമയമുണ്ട്. ഗവർണർ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കനുസരിച്ചിട്ടാണ് പോകുന്നത്. സാധാരണ ക്രമസമാധാന ഭംഗമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഗവർണറോട് മുൻകൂട്ടി പോലീസ് പറയണം, ഈ റൂട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അവർ പറയണം, ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല, സംസ്ഥാന പോലീസിന് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന് പറയണം. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമാണ്, അതുകൊണ്ട് ക്രമസമാധാനം പാലിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയട്ടെ. ഇതിലേതെങ്കിലും ഒന്ന് പറയണല്ലോ. അല്ലെങ്കിൽ ഇത് സമ്മതിക്കേണ്ടി വരും. ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്നുള്ളതാണോ? അല്ല, അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. തകർന്നാണോ എന്ന് എനിക്കറിയില്ല, ഞാനല്ലല്ലോ പറയുന്നത്. അതായത് സംസ്ഥാന ഭരണത്തലവന് റോഡിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകളാണ് പറയേണ്ടത് കേരളത്തിലെ ക്രമസമാധാനം തകർന്നോ ഇല്ലയോ എന്ന്. ഞാൻ പറയുന്നില്ല. പരിഹാരം വേണം, അഴിമതി ഇല്ലാതാകണം. സ്വജനപക്ഷപാതമല്ലല്ലോ പരിഹാരം. ഭാര്യമാരെയും അതുപോലെ മക്കളെയും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും, ഇപ്പോൾ നിങ്ങൾ നാട്ടുകാരിയല്ലേ, ഈ നീലേശ്വരം ഇവിടെ ഉള്ളതല്ലേ, ഇപ്പോൾ ഒരു SFI നേതാവ് മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ ദിവസം കേസെടുത്തിരിക്കുകയാണല്ലോ. അവസാനം വിദ്യയാണോ അവിദ്യയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ശരി, ഇതുപോലത്തെ തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കണം എന്നാണോ ഇതിന് പരിഹാരം? തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഗവർണർ എടുക്കുന്ന സമീപനം ആ സമീപനത്തോടൊപ്പം നിൽക്കുന്നവരാണെന്നുള്ളതാണ് കോഴിക്കോട് അദ്ദേഹം മിഠായി തെരുവിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എടുക്കുന്ന നിലപാട് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ ജനങ്ങൾ. കുറച്ച് CPMകാർക്ക് എതിർപ്പുണ്ട്, അത്രേ ഉള്ളൂ. CPMലും എല്ലാവർക്കും ഒന്നും എതിർപ്പില്ല. കാരണം ധാരാളം CPMകാരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകൾ, ജോലി കിട്ടാൻ അർഹതയുള്ളവർക്ക് ഇതുപോലെയുള്ള സ്വന്തക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ജോലി കിട്ടാതെ പോകുന്നുണ്ട്. അവർക്കടക്കം എതിർപ്പുണ്ട്. അവരുടെ കയ്യിൽ നടക്കമുള്ള അവരെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഗവർണറെങ്കിൽ, കാരണം പ്രതിപക്ഷം കേരളത്തിലില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അന്ന് ഈ സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് സംസ്ഥാന ഗവർണർ നിലപാടെടുത്തപ്പോൾ ഗവർണറെയാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. സ്വജനപക്ഷപാതം കാണിക്കുന്ന, അഴിമതി കാണിക്കുന്ന മുഖ്യമന്ത്രിയല്ല, സർക്കാരിനെയല്ല. അതുകൊണ്ട് സർക്കാരിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഭരണത്തലവൻ എന്നുള്ള നിലയിൽ ഭരണത്തിൽ നിന്ന് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിയാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. അത് സുപ്രീം കോടതി അടക്കം ശരിവെക്കുകയും ചെയ്തു.